കെയർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഇന്ത്യയിലൊട്ടാകെ ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് എന്ത്? വനിതാ സംവരണ ബില്ലിനെ സംബന്ധിച്ച്. അപ്പോൾ PSC മത്സര പരീക്ഷകൾക്കൊക്കെ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് വനിതാ സംവരണ ബില്ല് എന്ന് പറയുന്നത്. ഇന്ത്യൻ പാർലമെന്റിൽ നിലവിൽ ചർച്ചകൾക്ക് വഴിമാറിക്കൊണ്ടിരിക്കുന്ന വനിതാ സംവരണ ബില്ല്, അതായത് നാരീശക്തി വന്ദൻ അധീനിയം, ഏറ്റവും പുതിയ വിവരങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ടതാണ്. 2026 ഏപ്രിൽ 16 മുതൽ 18 വരെ നടക്കുന്ന പ്രത്യേക പാർലമെന്റ് സമ്മേളനത്തിൽ ഈ ബില്ലിലെ സുപ്രധാന ഭേദഗതികൾ വോട്ടെടുപ്പിന് വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്തെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്ന് പറയുന്നത് സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു. ലോകസഭയിൽ ആകെ സീറ്റുകളുടെ എണ്ണം നിലവിലുള്ളത് എത്രയാണ്? 543 സീറ്റുകളാണുള്ളത്, അല്ലെ? അതിൽ നിന്നത് 850 ഉയർത്താൻ സർക്കാർ നിർദ്ദേശിച്ചു. അതുപോലെ തന്നെ വനിതാ സംവരണം, ഈ 850 സീറ്റുകളിൽ 1/3, അതായത് 273 സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യും. ഇത് നടപ്പിലാക്കുന്ന വർഷം മുൻപ് സെൻസസില് മണ്ഡല പുനർനിർണയത്തിന് ശേഷം ഏകദേശം 2034 മാത്രം നടപ്പിലാക്കാൻ ഇരുന്ന സംവരണം ഈ 2029 പൊതു തെരഞ്ഞെടുപ്പിൽ തന്നെ പ്രാബല്യത്തിൽ വരുത്താനാണ് പുതിയ നീക്കങ്ങൾ നടക്കുന്നത്. 2011 സെൻസസ് വിവരങ്ങളുടെ അടിസ്ഥാനമാക്കി മണ്ഡലം പുനർനിർണയം നടത്തിക്കൊണ്ട് സംവരണം വേഗത്തിലാക്കാനാണ് ഈ ഭേദഗതികൾ ലക്ഷ്യമിടുന്നത്. അതായത് നിലവിലെ 2026 ഏപ്രിൽ 17, അതായത് ഇന്ന് വോട്ടെടുപ്പ് നടക്കുകയാണ്. ബില്ലിന്മേൽ നിർണായക വോട്ടെടുപ്പ് വൈകുന്നേരമാണ് നടക്കാൻ പോകുന്നത്. ഈ ബില്ലിനെ സംബന്ധിച്ച് പ്രതിപക്ഷ നിലപാടുകൾ സീറ്റുകളുടെ എണ്ണം വർദ്ധിക്കുന്നതിനോടും മണ്ഡല പുനർനിർണയ രീതികളോടും പ്രതിപക്ഷം ചില വിയോജിപ്പുകൾ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും ബില്ലിന്മേൽ വലിയ ചർച്ചകളാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 2023 വനിതാ സംവരണ നിയമം 2026 ഏപ്രിൽ 16 മുതൽ പ്രാബല്യത്തിൽ വന്നതായി കേന്ദ്ര സർക്കാർ ഇന്നലെ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരുന്നു. ചുരുക്കത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറയാൻ ഞാൻ ലോകസഭാ സീറ്റുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് നിലവിലുള്ള അംഗങ്ങളുടെ പ്രാതിനിധ്യം കുറയ്ക്കാതെ തന്നെ സ്ത്രീകൾക്ക് 33% സംവരണം ഉറപ്പാക്കാനുള്ള ചരിത്രപരമായ നീക്കത്തിലാണ് രാജ്യം എന്ന് എല്ലാ ഉദ്യോഗാർത്ഥികളും പ്രത്യേകമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ വനിതാ സംവരണ ബില്ലിനെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മുടെ രാജ്യം ഇപ്പം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയും ചർച്ചകൾ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്.